ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഓൺ വോയിസിൽ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ്. അപ്പോൾ ബർഗർ ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കാഞ്ഞിരംകുളം, ബാലരാമപുരം, നെയ്യാറ്റിൻകര അവിടെ ഒന്നും നമുക്ക് ബർഗറിൻ്റെ പാറ്റിയോ അത് ഉണ്ടാക്കാനുള്ള ഒരു സാധനവും കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയുടെ ഇതായിട്ട് സിറ്റിയിൽ പോകേണ്ടി വന്നപ്പോൾ ലുലു മാളിൽ നിന്ന് കുറച്ച് പാറ്റിയും ബന്നും ലെച്ചൂസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ പാചകം എൻ്റെ ഹസ്ബൻഡാണ്. വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും, എൻ്റെ കയ്യിൽ കൂടിയ ഫോണൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലേക്ക് കടക്കാം. നമ്മുടെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് പാറ്റി ടോസ്റ്റ് ചെയ്തെടുക്കണം വെച്ചിട്ട്. അപ്പോൾ പാറ്റി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇട്ട് കൊടുക്കുകയാണ് പതുക്കെ. നല്ല മണം വരുന്നുണ്ട്. യമ്മി ആയിരിക്കും. ചീസ് വാങ്ങിയില്ലല്ലേ? അപ്പോൾ ചീസ് ഇല്ലാത്ത നോർമൽ ബർഗർ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. പാറ്റി 1 kg എന്തോ വാങ്ങിയിട്ടുണ്ട്, കുറേ പീസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം ചീസ് വാങ്ങിയതിന് ശേഷം അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നു ഗൈസ്. തിന്നായിട്ടുള്ള പാറ്റി അല്ലേ? അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയല്ലേ ഓരോ കാര്യം നിങ്ങൾ പഠിക്കുന്നത്. ചേട്ടൻ ബർഗറിലേക്ക് വേണ്ടുന്ന ടൊമാറ്റോയും ഓണിയനും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. ശശി മോളെ, പിന്നെ വീഡിയോ എടുക്കട്ടെ. ഹായ് കോഡ്. ഇവിടെ ഇതിലെ മെയിൻ താരം ബർഗറിൽ ലെച്ചൂസ് ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത്ര നന്നായിട്ട് വരത്തില്ല. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ലെച്ചൂസ് എന്ന് പറയണേ. ലെച്ചൂസ് എടുത്തിട്ട് അത് ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്തിനു ചിക്കുച്ച ഇങ്ങനെ ഇടണ? ഓക്കെ, അപ്പോൾ ലെച്ചൂസ് ക്ലീൻ ചെയ്യണത് ഇങ്ങനെയാണ്. ചേട്ടൻ നമ്മുടെ ലെച്ചൂസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്തിട്ട് ചിലത് കട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ബർഗറിന് വേണ്ടിയുള്ള ബൺ എടുത്തിട്ടുണ്ട്. ഇനി അത് ചേട്ടൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. Come on. ചേട്ടൻ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മയോണൈസ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട് മയോണൈസ്. അതാ ലുലു മയോണൈസ്. മയോണൈസ് ഉണ്ടാക്കാൻ മടിയുള്ളവർ ലുലു മാളിനെ സമീപിക്കുക അല്ലേ ജിക്കു? പല വെറൈറ്റി മയോണൈസും അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ലെച്ചൂസ് വെച്ച് കൊടുക്കാം. ഇതാണ് മെയിൻ താരം. ഇനി അടുത്ത് നമുക്ക് പാറ്റി വെച്ച് കൊടുക്കുക, ടൊമാറ്റോ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബർഗർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം റെഡിയാവും. ഇനി ഒണിയൻ വെച്ച് കൊടുക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. പിന്നെ കുറച്ച് കട്ട് ചെയ്ത ലെച്ചൂസും കൂടെ അതിന് പുറത്ത് വെച്ച് കൊടുക്കാം. ഒണിയൻ വെച്ചില്ലല്ലോ. ഇനി നമുക്ക് കുറച്ചും കൂടെ മയോണൈസ് അതിന് പുറത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പുറത്തൊന്നിങ്ങനെ ഡ്രോപ്പ് ചെയ്താതിരിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വാവ്, സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ കഴിക്കും? പാറ്റി ഒരു രക്ഷയില്ല. അപ്പോൾ ലുലു മാളിൽ പോണവരും മസ്റ്റായിട്ടും ഒരു ഇൻഗ്രീഡിയൻസ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.